റയാൻ രണ്ടും കൽപ്പിച്ചു ചെന്ന് വാതിൽ തുറന്നു. ആഹാ, സാറകത്ത് നല്ല ജോലിയിലായിരുന്നു തോന്നുന്നല്ലോ. എത്ര നേരമായി ഞങ്ങളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? സ്ഥലം SI ഒരാക്കിയ ചിരിയോടെ ചോദിക്കുമ്പോൾ റയാനാകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നുന്നുണ്ടായിരുന്നു. എന്താ സാർ കാര്യം? ഓ, സാറിന് ഇതൊക്കെ കണ്ടിട്ടും കാര്യം പിടികിട്ടിയില്ലല്ലേ? എന്നാ പിന്നെ ഞാൻ തന്നെ പറയാം. 2 സാർമാരും ചേർന്നൊരു പെണ്ണിനെയും കൊണ്ട് വന്നിവിടെ അനാശാസ്യം നടത്തുന്നെന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ട് അതൊന്ന് അന്വേഷിക്കാൻ വന്നതാ അടിയങ്ങൾ. എവിടെ കൂട്ടുപ്രതികൾ? അയാളുടെ ചോദ്യം കേട്ടതും റയാൻ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. ഇവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല സാർ. സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇതിനകത്ത് വേറൊരുത്തനും ഒരു പെണ്ണും കൂടി ഇല്ലേടാ. അത് തെറ്റിദ്ധാരണയാണോ? ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ വിളിച്ചു ചോദിച്ചതും റയാൻ കലിയോടെ അവനെ തുറച്ചു നോക്കി. ആ, നിന്ന് കണ്ണുരുട്ടാതെ മറുപടി പറ സാറേ. SI പറഞ്ഞതും അവൻ്റെ നോട്ടം വീണ്ടും അയാളിലേക്കായി. അയാൾ പറഞ്ഞത് നേരാണോ? സാറിനെ കൂടാതെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? SIയുടെ ചോദ്യം കേട്ടതും തൊട്ടടുത്ത മുറിയിൽ പതുങ്ങി നിൽക്കുകയായിരുന്ന റീജോയുടെ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി. ഉണ്ട്. ആരാണാവോ? എൻ്റെ അനിയനും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും. ആഹാ, അത് കൊള്ളാലോ. ചേട്ടനും അനിയനും കൂടി ഒരുത്തിയാണോ? SI വഷളൻ ചിരിയോടെ ചോദിച്ചതും റയാൻ്റെ മുഖത്തേക്ക് രക്തം ഇറച്ചു കയറി. പക്ഷേ അയാളുടെ യൂണിഫോമിനെ മാനിച്ചുകൊണ്ട് മാത്രം അവൻ സംയമനം പാലിച്ചു നിന്നു. മാന്യമായി സംസാരിക്കണം. ഓ, സാറിന് ദേഷ്യം വന്നു. എന്നാ ശരി, മാന്യമായി സംസാരിക്കാം. തൽക്കാലം ഈ പറഞ്ഞ ആളുകളെ കൂടി ഇങ്ങോട്ട് വിളിക്ക്. ഞങ്ങളൊന്ന് കാണട്ടെ. അതോ ഞാൻ കയറി പിടിച്ചിറക്കണോ? മുന്നോട്ടൽപ്പം ആഞ്ഞുകൊണ്ട് അയാൾ ചോദിച്ചതും വാതുക്കലൊരു തടസ്സമായി റയാൻ നിറഞ്ഞു നിന്നിരുന്നു. വേണ്ട, ഞാൻ വിളിക്കാം. ഓ, ആയിക്കോട്ടെ, അയാൾ ചിരിയോടെ പറഞ്ഞതും അവൻ വേഗം അകത്തേക്ക് നടന്നു. ഈ നേരം മണിക്കൂറുകൾക്ക് മുമ്പ് അകത്ത് ചെന്ന ഉറക്കഗുളികയുടെ വീര്യം കുറഞ്ഞു തുടങ്ങിയിരുന്ന ആമി പതിയെ കണ്ണു തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. വളരെ ബന്ധപ്പെട്ട് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നെഴുന്നേറ്റതും റയാൻ അകത്തേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു. ആരാ? ഞാൻ എവിടാ? തളർന്ന സ്വരത്തിൽ അവൾ ചോദിച്ചതും അവനത് കേട്ടതായി പോലും ഭാവിക്കാതെ ഓടിച്ചെന്നവളെ കയ്യിൽ പിടിച്ച് ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. പുറത്ത് പോലീസും മീഡിയയും ഒക്കെ ഉണ്ട്. അവർക്ക് മുന്നിൽ ഞാൻ എന്തു പറയുന്നുവോ അതിൻ്റെ കൂടെ നിന്നോണം. അല്ലാതെ പ്രേമത്തിൻ്റെ പേരും പറഞ്ഞ് കണ്ടവന് നിന്റെ ഗുണവധികാരം വല്ലതും വിളമ്പിയാൽ പിന്നെ നീ മാത്രമല്ല, നിന്റെ വീടും കുടുംബവും അടക്കം കത്തിച്ച് ചാമ്പലാക്കും ഞാൻ. പറഞ്ഞത് കേട്ടോടി? തൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നവൻ ആരാണെന്നോ എന്തിനെക്കുറിച്ച് അവൻ പറയുന്നതെന്നോ അറിയാതെ അമ്പരപ്പോടെ നിറഞ്ഞ മിഴികൾ ഉയർത്തി അവനെ നോക്കി നിന്നതേയുള്ളൂ ആമി. താനിങ്ങനെ ഇന്നുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരുവന്റെ അടുത്തെത്തിയെന്ന് എത്രയൊക്കെ ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടിയതേയില്ല. അതുകൊണ്ട് തന്നെ അവളാകെ മരവിച്ചു പോയൊരവസ്ഥയിലായിരുന്നു അപ്പോൾ. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ റയാൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. പൂമുഖത്ത് തങ്ങളെ കാത്തു നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ചെന്നതും അവൻ അവളെ തന്നോട് ചേർത്ത് നിർത്തിയിരുന്നു. അപ്പോഴും തനിക്ക് ചുറ്റും നടക്കുന്നത് എന്തെന്നറിയാത്ത അമ്പരപ്പിൽ നിൽക്കുകയായിരുന്നു ആമി. എടി കൊച്ചേ, ഇവൻ പറഞ്ഞതൊക്കെ നേരാണോ? SI ചോദിച്ചതും കാര്യമറിയാതെ അവൾ റയാനെ ഒന്ന് പാളി നോക്കിയതും അവൻ അവളുടെ ഇടുപ്പിൽ അമർത്തിയൊന്ന് പിച്ചിയിരുന്നു. അതോടെ ആമി യാന്ത്രികമായി തലകുലുക്കി സമ്മതം അറിയിച്ചു. കഴിഞ്ഞല്ലോ പ്രശ്നം. ഇനി എല്ലാവരും പോകാൻ നോക്ക്. അങ്ങനങ്ങ് പോകാനൊക്കത്തില്ലല്ലോ സാറേ. എടോ അലോഷി, പെട്ടെന്ന് പോയൊരു താലിയും 2 മാലയും വാങ്ങിച്ചോണ്ട് വാ. ഇപ്പോഴാകുമ്പോൾ മീഡിയയും സാക്ഷിക്ക് പോലീസും നാട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കല്യാണം നടത്താൻ പറ്റിയ നേരമാ. SI ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ മാത്രമായിരുന്നു ആമിക്ക് കാര്യങ്ങളുടെ ഗതി പിടികിട്ടിയത്. പക്ഷേ അരികിൽ നിൽക്കുന്നവൻ ശത്രുവാണോ മിത്രമാണോ എന്നറിയാതെ അവൾക്കൊന്നിനും കഴിയാത്ത അവസ്ഥയായിരുന്നു. 15 മിനിറ്റിനുള്ളിൽ താലിയും പൂമാലയും എല്ലാം എത്തിയിരുന്നു. ആ, നോക്കി നിൽക്കാതെ താലികെട്ട് സാറേ. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്നൊക്കെ ഭയങ്കര വെയിറ്റിൽ പറഞ്ഞിട്ട് ഇപ്പം എന്നാ കൈ വിറയ്ക്കുന്നോ? അയാളുടെ പരിഹാസം കേട്ടതും കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവൾ ആരാണെന്നോ എന്താണെന്നോ പോലും അറിയാതെ അവളുടെ കഴുത്തിലേക്ക് മിന്നു ചാർത്തുമ്പോൾ റയാന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാനുള്ള വ്യഗ്രതയിൽ ക്യാമറ കണ്ണുകൾ തിടുക്കത്തിൽ മിന്നി അടഞ്ഞുകൊണ്ടിരുന്നു. ചുവരിലെവിടെയോ ഇരുന്ന് ഒരു പല്ല് ചിരിച്ചപ്പോഴായിരുന്നു റയാൻ ഓർമ്മകളിൽ നിന്ന് തിരികെ എത്തിയത്. ആമിയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയ ആ ദിവസങ്ങളിലൂടെ ഒരിക്കൽ കൂടി ഊളിയിട്ട് തിരികെ വരുമ്പോൾ ഇത്തവണ റയാന്റെ കണ്ണുകൾ എന്തിനോ നേർപൊടിഞ്ഞിരുന്നു. കാരണം ഇപ്പോൾ അന്നത്തെ സംഭവത്തിന് പിന്നിലെ കാരണങ്ങളെല്ലാം അവന് തീർത്തും വ്യക്തമായിരുന്നു. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ എണീറ്റ് ബാത്റൂമിലേക്ക് കയറി. ആ നേരം അവൻ്റെ മനസ്സിൽ ഒന്നു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണെങ്കിൽ കൂടി ആമിയെ തിരികെ കൊണ്ടുവരണം. അവളോട് ചെയ്തു പോയതിനൊക്കെ പരിഹാരം കണ്ട് കർത്താവ് വിധിച്ച ഈ ജീവിതം അവൾക്കൊപ്പം തന്നെ ജീവിച്ചു തീർക്കണം. അതൊക്കെ കാണാൻ ഇതിനെല്ലാം കാരണമായവനും ഉണ്ടാകണം. കണ്ണാടിയിലേക്ക് നോക്കി നിന്ന് പലതും തീരുമാനിച്ചുറച്ചുകൊണ്ട് അവൻ ഇരു കൈയിലും നിറയെ വെള്ളം പിടിച്ച് മുഖത്തേക്ക് ചെപ്പിയൊഴിച്ചു. തലയിണയ്ക്കരികിലിരുന്ന ഫോണിൽ നിന്നും അലാറത്തിന്റെ ശബ്ദമുയർന്നു തുടങ്ങിയപ്പോഴായിരുന്നു ജസീന്ത ഉറക്കമുണർന്നത്.
കണ്ണു തുറന്ന് റോബിൻ കിടന്ന ഭാഗത്തേക്കൊന്ന് നോക്കിയിട്ട് അവൾ പതിയെ എണീറ്റിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഫോണെടുത്ത് സമയം നോക്കി. കർത്താവേ, മണി 8 കഴിഞ്ഞോ? ഇച്ചായൻ ജോഗി കഴിഞ്ഞ് വരാനുള്ള നേരമായല്ലോ. പിറുപിറുത്തുകൊണ്ട് ജെസ്സി ഫോൺ ബെഡിലേക്ക് ഇട്ടിട്ട് ഒരു ക്ലിപ്പെടുത്ത് മുടിയെല്ലാം കൂടി ഒരുമിച്ച് മുകളിലേക്ക് ക്ലിപ്പ് ചെയ്ത് വെച്ചു വേഗം ബാത്റൂമിലേക്ക് കയറി. വേഗം തന്നെ ഒന്ന് ഫ്രഷായി ഡോർ തുറന്ന് താഴേക്ക് നടക്കുമ്പോൾ റോബിൻ തിരിച്ചെത്തി കാണുമോ എന്നായിരുന്നു അവൾ ചിന്തിച്ചത് മുഴുവൻ. അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടാണെങ്കിൽ പോലും തിടുക്കപ്പെട്ട് താഴേക്കിറങ്ങി വരുന്നതിനിടയിൽ സ്റ്റെയർ കേസിന്റെ ചുവട്ടിൽ കണ്ട കാഴ്ചയിൽ അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു പോയിരുന്നു. അയ്യോ മമ്മി! സ്റ്റെയർ കേസിന്റെ ചുവട്ടിൽ വെറും നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന റൂബിയെ കണ്ട് നിലവിളിച്ചുകൊണ്ട് അവൾ ഓടി അവർക്കരികിലേക്ക് ചെന്നു. അരികിലെത്തിയതും അവരുടെ തലയ്ക്ക് ചുറ്റും പരന്നു കിടക്കുന്ന രക്തം കൂടി കണ്ടതും അവളുടെ ഉടൽ തളർന്നു പോയിരുന്നു. ഡാഡി, ഡാഡി! ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിൽ പെട്ടുപോയെങ്കിലും തൊട്ടടുത്ത നിമിഷം അവൾ വേഗം പോളിന്റെയും റൂബിയുടെയും മുറിക്ക് നേരെ ഓടി. എന്നാ മോളെ, നീ എന്നാത്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ? അവൾ വാതിലിനടുത്തെത്തിയതും പുറത്തേക്കിറങ്ങി വന്ന പോൾ ചോദിച്ചു. അയാളും ഉറക്കമുണർന്ന് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ. ഡാഡി, മമ്മി! അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ സ്റ്റെയർകേസിന് നേരെ വിരൽ ചൂണ്ടി. മമ്മിക്ക് എന്നാ? ചോദിച്ചുകൊണ്ട് പോൾ അവിടേക്ക് ഓടിയിരുന്നു. റൂബി, എന്നാടി ഇത്? ഓടിച്ചെന്ന പാടെ റൂബിയുടെ അരിയിലേക്ക് ഇരുന്നു കൊണ്ട് അവരുടെ ശിരസ്സെടുത്ത് മടിയിലേക്ക് വെച്ചുകൊണ്ട് അയാൾ വെപ്രാളപ്പെട്ടു. ജെസ്സിയും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നേരത്തായിരുന്നു ജോഗിങ്ങിന് പോയിട്ട് റോബിൻ തിരികെ വന്നത്. അയ്യോ, മമ്മിക്കിതെന്നാ പറ്റി? വന്ന വരവെ നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന റൂബിയെയും അവർക്കരികിൽ അന്തം വിട്ടു നിൽക്കുന്ന പോളിനെയും ജെസ്സിയെയും കണ്ട് അവൻ അമ്പരപ്പോടെ അങ്ങോട്ട് ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു. അറിയാം മേലിച്ചായ, ഞാൻ ഉറക്കമുണർന്നിറങ്ങി വരുമ്പോൾ ബോധം കെട്ടിവിടെ കിടക്കുമായിരുന്നു. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. ജെസ്സി പറഞ്ഞതും റോബിൻ ചുറ്റുപാടുമൊന്ന് പരുതും പോലെ നോക്കി. നീ ചെന്ന് കാറിന്റെ കീ എടുത്തോണ്ട് വാ, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. ഡാഡി, വേഗം ഷർട്ടിട്ടോണ്ട് വാ. റോബിൻ പറഞ്ഞതും ജെസ്സി മുകളിലേക്കും പോൾ തങ്ങളുടെ റൂമിലേക്കും ഓടി. നിമിഷ നേരം കൊണ്ട് മൂവരും ചേർന്ന് റൂബിയെയും കാറിൽ കയറ്റി പുറത്തേക്ക് പാഞ്ഞു. അതിരാവിലെ നേരമായതുകൊണ്ട് റീജോയും റയാനും ഒന്നും ഉറക്കമുണർന്നിട്ടുണ്ടാവില്ല എന്ന് കരുതി അവരെയൊന്നും വിളിക്കാതെയായിരുന്നു അവർ ഹോസ്പിറ്റലിലേക്ക് പോയത്. പക്ഷേ മുകളിൽ ഒരുത്തൻ തല്ലുകൊണ്ട് എണീക്കാൻ വയ്യാതെയും മറ്റൊരുത്തൻ ചെയ്തുപോയ തെറ്റുകൾ എങ്ങനെ തിരുത്തുമെന്നറിയാതെ വീർപ്പുമുട്ടിയും കിടന്നിരുന്നത് അവരാരും അറിഞ്ഞതേയില്ല. ബെഡിൽ തലയ്ക്ക് കൈതാങ്ങി കിടക്കുമ്പോൾ റയാന്റെ ചിന്ത പല വഴിക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആമിയെ തിരികെ കൊണ്ടുവരണം എന്ന ചിന്ത പതിയെ വഴിമാറി റീജോയിലേക്കും ചേക്കേറിയിരുന്നു. അവൾ തിരികെ വരുമ്പോൾ അവളുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണമായവനും ഇവിടെ തന്നെ ഉണ്ടാവേണ്ടതല്ലേ എന്ന് ഓർത്തതും അവൻ പതിയെ എണീറ്റിരുന്നു. അതെ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അവൾ ജയിക്കേണ്ടത് മറ്റെവിടെയുമല്ല, റീജോയുടെ മുന്നിൽ തന്നെയാണ്. അത് കാണാൻ അവനിവിടെ ഉണ്ടാവുക തന്നെ വേണം. ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തിയതും അവൻ പുച്ഛത്തോടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്കിറങ്ങി. ബെഡിലെടുത്തിട്ട് ട്രാവൽ ബാഗിലേക്ക് തൻ്റെ ഡ്രസ്സൊക്കെ പറക്കി അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റീജോ. അപ്പോഴും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് മുഴുവൻ എന്തു പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോകും എന്നത് മാത്രമായിരുന്നു. ഒരു കാരണവുമില്ലാതെ ചെന്നൈക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഡാഡിയും മമ്മിയൊക്കെ കാരണം തിരക്കും എന്ന് വെച്ച് പോകാതിരിക്കാമെന്ന് വെച്ചാൽ താൻ ചെയ്തു കൂട്ടിയതൊക്കെ ഇച്ചായൻ എല്ലാവർക്കും മുന്നിൽ വിളിച്ചു പറയും. ഇച്ചായൻ തൽക്കാലം ഇവിടുന്ന് പോകാനേ പറയത്തുള്ളെങ്കിൽ ഇതൊക്കെ കേട്ടാൽ ഡാഡി എന്നേക്കുമായി തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. അത്തരം ഒരവസ്ഥയിൽ എല്ലാവർക്കും മുന്നിലൂടെ ഒരു കുറ്റവാളിയെപ്പോലെ ഈ വീടിൻ്റെ പടിയിറങ്ങാതെ ഇപ്പോൾ എന്തെങ്കിലും കാരണമുണ്ടാക്കി ഇവിടുന്ന് പോകുന്നത് തന്നെയാ നല്ലത്. പക്ഷേ എങ്ങനെ? ആ ചോദ്യത്തിന് മാത്രം അവനൊരു ഉത്തരവും കണ്ടെത്താൻ സാധിച്ചില്ല. ഈ നേരത്തായിരുന്നു റയാൻ ആ മുറിയിലേക്ക് കയറി വന്നത്. ബെഡിൽ ആലോചനയോടെ ഇരിക്കുന്നവനെ കണ്ടതും അവൻ പുച്ഛത്തോടെ ഡോറിലൊന്ന് മുട്ടി. പെടുന്നനെ ഞെട്ടിത്തരിച്ചുപോയ റീജോ തിരിഞ്ഞു നോക്കുകയും വാതിൽക്കൽ നിൽക്കുന്ന റയാനെ കണ്ട് ഭയന്ന് ചാടി എണീക്കുകയും ചെയ്തു. ഇച്ചായ, ഇനി എന്നെ തല്ലരുത്, ഞാൻ പൊയ്ക്കോളാം. ഇച്ചായൻ പറഞ്ഞതുപോലെ കേട്ടോളാം. ഞാൻ പാക്ക് ചെയ്യുമായിരുന്നു, അവൻ ഭയത്തോടെ പറഞ്ഞു. അത് കേട്ട് റയാൻ അവനെ നോക്കി പുച്ഛത്തോടെ മുഖം കൂട്ടി. തൽക്കാലം നീ എങ്ങോട്ടും പോകണ്ട. പെട്ടെന്ന് അവനുണ്ടായ മാറ്റം കണ്ട് റീജോ അമ്പരപ്പോടെ അവനെ നോക്കി നിന്നതേയുള്ളൂ. അവൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നിയെങ്കിലും അതിന് പിന്നിലെ കാരണമെന്തെന്നറിയാതെ അവൻ്റെ മനസ്സ് നീറുകയായിരുന്നു. കാരണം റയാൻ ഒരിക്കലും കാരണമില്ലാതൊന്നും പറയില്ല എന്നവന് ഉറപ്പായിരുന്നു. നീ ഇവിടുന്ന് പോയാൽ ശരിയാവില്ല. നീ എന്തുവാ അവളോട് പറഞ്ഞത്? മിന്നി കെട്ടിയെന്ന് കരുതി ഒരു പെണ്ണിന് വേണ്ടതെന്നും റയാൻ പോളിൽ നിന്ന് അവൾക്ക് കിട്ടില്ലെന്നോ? എന്നിൽ നിന്ന് അവൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നിനക്ക് കാണണ്ടേ? എൻ്റെ ഭാര്യയായി തന്നെ അവൾ ഈ തറവാട്ടിൽ ജീവിക്കുന്നത് നിനക്ക് കാണണ്ടേ? വേണം. അതിനു വേണ്ടി നീ ഇവിടെ ഉണ്ടാവുക തന്നെ വേണം. സ്വന്തം ചേട്ടൻ്റെ പെണ്ണിൻ്റെ ചൂട് തേടി പോയ നിനക്കുള്ള എൻ്റെ ശിക്ഷയതാ. ഇന്ന് തന്നെ ആത്മികയെ ഞാൻ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരും. പഴയതുപോലെ ആർക്കും കയറി ഞോണ്ടാൻ പാകത്തിന് ഒരഭയാർത്ഥിയെ പോലെയല്ല.
ഞാൻ മിന്നിക്കെട്ടിയ പെണ്ണായിട്ട്. അങ്ങനെ എല്ലാ അവകാശത്തോടെയും അധികാരത്തോടെയും അവൾ എൻ്റെ കൂടെ ജീവിക്കുന്നത് നീ കാണണം. അതുകൊണ്ട് തൽക്കാലം എൻ്റെ അനിയൻ എങ്ങോട്ടും പോകണ്ട. ഛേ, എല്ലാം ഞാൻ കാരണമാ. അവൻ്റെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി അവളെ പടിയിറക്കാൻ നോക്കിയിട്ടിപ്പോൾ അവൻ അവളെ ഭാര്യയായി അംഗീകരിച്ചേക്കുന്നു. എല്ലാം എൻ്റെ പിടിപ്പുകേട് കൊണ്ടാ റീജോ. റയാൻ പുറത്തേക്ക് പോയതും അതുവരെ ഉള്ളിലടക്കി നിന്നിരുന്ന ദേഷ്യം മുഴുവൻ പുറത്തേക്ക് തുപ്പും പോലെ ബെഡിലിരുന്ന ട്രാവൽ ബാഗ് ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് റീജോ മുരണ്ടു. ഒത്തിരി അങ്ങ് നെകളിക്കണ്ട ചായ നീ. എൻ്റെ മുന്നിലിട്ട് നീ കൊതിച്ചവളെ അനുഭവിച്ചു കളയാമെന്നൊന്നും എൻ്റെ പൊന്നി ചായൻ സ്വപ്നം കാണണ്ട. ഈ റീജോ ജീവനോടെ ഇരിക്കുമ്പോൾ അതൊന്നും നടക്കത്തില്ല. എൻ്റെ പുന്നാര ഇച്ചായൻ്റെ നട്ടെല്ലുറപ്പിച്ച് 2 കാലിൽ നിന്നാലല്ലേ ആത്മീയയെ നീ കൂടെ പൊറപ്പിക്കൂ. അതുണ്ടാവാൻ പോണില്ല. തളർത്തി കിടത്തിയിരിക്കും ഞാൻ, ഒരിക്കലും എണീക്കാത്ത വിധത്തിൽ. അവൻ ക്രൂരമായി ചിരിച്ചു. ആ നേരത്ത് രക്തത്തെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവനൊരു മൃഗമായി മാറിക്കഴിഞ്ഞിരുന്നു. റൂബിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന ഉടനെ തന്നെ അവരെ നേരെ കാഷ്വാലിറ്റി ഐസിയുയിലേക്ക് കൊണ്ടുപോയിരുന്നു. പോളും റോബിനും ജസീന്തയുമെല്ലാം എന്തു പറ്റിയതാണെന്ന് പോലും അറിയാതെ അടഞ്ഞ വാതിലിന് മുന്നിൽ വെപ്രാളത്തോടെ നിൽക്കുകയായിരുന്നു. സമയം കുറെ കഴിഞ്ഞിട്ടും അകത്തുനിന്ന് ഒന്നും പറയാത്തതുകൊണ്ട് ആകെ ടെൻഷനോടെ പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ഐസിയുവിൻ്റെ ഡോർ തുറന്നത്. റൂബിയുടെ ആരാ ഉള്ളത്? ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും പോളും റോബിനും ജെസ്സിയുമെല്ലാം അവിടേക്ക് ഓടിച്ചെന്നു. മമ്മിക്ക് എങ്ങനെയുണ്ട് സിസ്റ്റർ? പേടിക്കാനൊന്നുമില്ല. ബോധം വന്നിട്ടുണ്ട്. ഡോക്ടർ അകത്തുണ്ട്. കയറി കണ്ടോളൂ. അനുവാദം കിട്ടിയതും അവർ മൂവരും കൂടി വേഗത്തിൽ അകത്തേക്ക് കയറി ചെന്നു. അവരകത്തേക്ക് ചെല്ലുമ്പോൾ ട്രിപ്പൊക്കെ ഇട്ട് ബെഡിൽ കിടത്തിയേക്കുവാണ് റൂബിയെ. അവരുടെ അടുത്ത് തന്നെ ഡോക്ടറും ഉണ്ടായിരുന്നു. ഡോക്ടർ, ഇപ്പോൾ എങ്ങനെയുണ്ട്? കയറി ചെന്ന പാടെ പോൾ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല. ആൾക്ക് ബിപിയുടെ പ്രശ്നമുള്ളതല്ലേ, അതൊന്ന് കൂടിയതാ. പിന്നെ വീണപ്പോൾ എവിടെയെങ്കിലും തട്ടിയതാകും തല. മുറിവൊക്കെ ഡ്രസ് ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഡ്രിപ്പ് തീർന്നിട്ട് വീട്ടിൽ പോകാം. താങ്ക് യു ഡോക്ടർ, ആശ്വാസത്തോടെ പറഞ്ഞ റോബിൻ്റെ തോളിലൊന്ന് തട്ടിയിട്ട് ഡോക്ടർ പുറത്തേക്ക് പോയി. റൂബി. തങ്ങളെ നോക്കി കണ്ണു നിറച്ച് കിടക്കുകയായിരുന്ന റൂബിയുടെ തലയിലൂടെ പതിയെ ഒന്ന് തലോടിക്കൊണ്ട് പോൾ വിളിച്ചതും അതുവരെ അനങ്ങാതെ കിടക്കുകയായിരുന്ന അവരിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു. അത് പതിയെ ഒരു കരച്ചിലിന് വഴിമാറിയതും അവർ മൂവരും അമ്പരന്നവരെ നോക്കി. എന്നതാ മമ്മി? റൂബിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജെസ്സി ചോദിച്ചെങ്കിലും അതിനു മറുപടിയായി അവർ നിഷേധാർത്ഥത്തിൽ തല ചലിപ്പിച്ചതേയുള്ളൂ. പക്ഷേ അപ്പോഴും അവരുടെ നോട്ടം പോളിൻ്റെ നേർക്ക് നീണ്ടുകൊണ്ടിരുന്നു. ഭാര്യയുടെ ആ നോട്ടത്തിൽ നിന്ന് തന്നെ അവൾക്ക് തന്നോടെന്തോ പറയാനുണ്ടെന്ന് പോളിനും മനസ്സിലായിരുന്നു. പക്ഷേ അതൊരിക്കലും മക്കൾ അറിയേണ്ട ഒന്നുമല്ലെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അദ്ദേഹം അപ്പോൾ അതേക്കുറിച്ചൊന്നും ചോദിക്കാതെ അവരെ ആശ്വസിപ്പിക്കും പോലെ പതിയെ പുഞ്ചിരിച്ചു. എന്നാ പറ്റിയതാ മമ്മി? മമ്മി എങ്ങനെയാ വീണത്? ഞാൻ താഴോട്ട് വരുമ്പോൾ പെട്ടെന്ന് തലചുറ്റും പോലെ തോന്നി. എവിടെയെങ്കിലും ഒന്ന് പിടിക്കാനേലും പറ്റുമെന്ന് മുന്നേ വീണുപോയി. എൻ്റെ മാതാവേ, തലയെങ്ങാനും സ്റ്റെപ്പിൽ വല്ലതും ഇടിച്ചിരുന്നല്ലോ. ഓർത്തിട്ട് തന്നെ എനിക്ക് മേല് പെരുക്കുന്നു. മനസ്സിൽ തോന്നിയത് മറച്ചു വയ്ക്കാതെ ജെസ്സി പറഞ്ഞത് കേട്ട് മറ്റുള്ളവരും ഒന്ന് നിശ്വസിച്ചു. കാരണം ആ നേരത്ത് എല്ലാവരുടെ ചിന്തകളും അതൊക്കെ തന്നെയായിരുന്നു. റൂബിയുടെ ട്രിപ്പ് തീരാറായപ്പോൾ ബില്ലടയ്ക്കാനും മരുന്ന് വാങ്ങാനുമൊക്കെയായി പുറത്തേക്ക് പോയതായിരുന്നു റോബിനും ജസീന്തയും കൂടി. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പേരും പറഞ്ഞ് പോൾ അവരെ ഒഴിവാക്കിയതെന്ന് പറഞ്ഞതാവും ശരി. ഇച്ചായ. ബെഡിനരിയിൽ കസേരയിട്ട് തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന പോളിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ ആ സ്ത്രീയുടെ അധരങ്ങൾ സങ്കടം കൊണ്ട് വിറച്ചു പോയിരുന്നു. എന്നതാടി? ഞാൻ കുറേ നേരം കൊണ്ട് ശ്രദ്ധിക്കുക. നിന്റെ മനസ്സിൽ എന്നതാ ഒരു ദണ്ണം തട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ പിള്ളേരെ പുറത്തോട്ട് പറഞ്ഞു വിട്ടത്. എന്നാ പറ്റി കൊച്ചേ? നിനക്കെന്തുവാ സങ്കടം? ഇച്ചായ, നമ്മുടെ റീജോ, അവനാ ഇച്ചായ എല്ലാത്തിനും കാരണം. അവനെ വളർത്തിയതിൽ എനിക്ക് പിഴച്ചു പോയിച്ചായ. എൻ്റെ കുറ്റം കൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. എൻ്റെ പിടിപ്പുകേട് കൊണ്ടാ. നീ ഇതെന്തുവാ റൂബി പറയുന്നേ? നിനക്കെന്നാ പിഴവ് പറ്റിയെന്നാ? അതിനു വേണ്ടി ഇപ്പൊ എന്തുവാ ഉണ്ടായേ? അരുതാത്തതെന്തോ കേൾക്കാൻ പോകും പോലെ ഉള്ളു പിടയുമ്പോഴും സ്വയം ധൈര്യപ്പെടുത്തിക്കൊണ്ട് പോൾ പതിയെ ചോദിച്ചു. മക്കൾ പോകാൻ പാടില്ലാത്ത വഴി പോയാൽ അതിൻ്റെ ഉത്തരവാദി അവരെ വളർത്തിയ അമ്മമാർ തന്നെയാ അയച്ചായ. ഇവിടെ നമ്മുടെ റീജോയുടെ ചുവട് പിഴച്ചുപോയി. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഞാൻ അവനെ വളർത്തിയത് നേരായ വഴിക്കല്ല. നീ ചുമ്മാ കിടന്ന് പിച്ചും പേയും പറഞ്ഞ് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറ റൂബി. എന്നതാ ഉണ്ടായത്? പോളിൻ്റെ ക്ഷമ തീർത്തും നശിച്ചിരുന്നു. അപ്പോഴേക്കും അത് അയാളുടെ വാക്കുകളിലും പ്രകടമായിരുന്നു. റീജോ, അവനാ അയച്ചായ എല്ലാത്തിനും കാരണം. അവനാ ചതിച്ചത്. അവൻ പറഞ്ഞതൊക്കെ നുണയായിരുന്നു. ആ പെങ്കൊച്ചുമായിട്ട് അവൻ ഇഷ്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞതൊക്കെ ചുമ്മാതെ അയച്ചായ. എന്താന്ന്? നേരെ അയച്ചായ. ഇതൊന്നും വേറെ ആരും പറഞ്ഞതല്ല. അവൻ്റെ നാവിന്ന് തന്നെ ഞാൻ കേട്ടതാ. ആ പെങ്കൊച്ചു പോലും അറിയാതെ അതിനെ ചതിച്ച് റയാൻ്റെ വില്ലയിൽ കൊണ്ടുവന്നതാ അവൻ.
ആ നേരത്ത് കർത്താവ് റയാനെ തിരിച്ചങ്ങോട്ട് എത്തിച്ചില്ലായിരുന്നേൽ അവൻ ആ പെങ്കൊച്ചിനെ. അത്രയും പറഞ്ഞപ്പോഴേക്കും നെഞ്ചു വിങ്ങിപ്പോയ അവർ തലയിണയിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞു പോയിരുന്നു. അതെല്ലാം കേട്ട് വിറങ്ങലിച്ച് നിൽക്കാനേ പോളിന് കുറച്ച് നിമിഷത്തേക്കെങ്കിലും കഴിഞ്ഞുള്ളൂ. റൂബി, അയാളുടെ സ്വരം വല്ലാതെ ഇടറിപ്പോയിരുന്നു. നേരെ അച്ചായ, റയാനോട് അവൻ തന്നെ ഏറ്റു പറഞ്ഞതാ ഇതൊക്കെ. അതുമാത്രമല്ല അവൻ ചെയ്തു കൂട്ടിയത്. ആ കൊച്ചിനെ റയാൻ മിന്നുകെട്ടിയ ശേഷവും അവൻ റയാനില്ലാത്ത നേരത്ത് അവരുടെ റൂമിൽ കയറി അതിനെ തുടർന്ന് താനറിഞ്ഞ കാര്യങ്ങളുടെ വള്ളിപുള്ളി വിടാതെ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവരുടെ മനസ്സിൽ അടഞ്ഞുകൂടിക്കിടന്ന ഭാരത്തിനൊരയവ് വന്നത്. എന്നാൽ ആ ഭാരമൊക്കെയും ഏറ്റുവാങ്ങിയ പോളിന്റെ കാര്യമായിരുന്നു അപ്പോൾ കഷ്ടം. അദ്ദേഹത്തിന്റെ ഹൃദയം കലങ്ങി മറിഞ്ഞു പോയിരുന്നു. ഭാര്യയുടെ വെളിപ്പെടുത്തൽ കേട്ട് സ്വന്തം മകന്റെ പ്രവൃത്തികൾ ആ മാതാപിതാക്കളെ അത്രമേൽ തകർത്തുടച്ചിരുന്നു.